ഫെഡറൽ ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിന്റെ സർവീസ് ചാർജിൽ ഈ വരുന്ന ഒക്ടോബർ 1 മുതൽ മാറ്റം വരികയാണ്. അവസാനമായിട്ട് ഫെഡറൽ ബാങ്ക് സർവീസ് ചാർജിൽ ഒരു മേജർ അപ്ഡേറ്റ് വരുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2022 ഒക്ടോബർ 1-നാണ്. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് വലിയൊരു അപ്ഡേറ്റ് ഫെഡറൽ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിന്റെ സർവീസ് ചാർജിൽ വരുന്നത്. അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രാഞ്ച് വഴി നടത്തുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ചാർജ്, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ്, പിന്നെ ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ ഫീസും അതുപോലെ തന്നെ ജോയിനിങ് ഫീസും, ഇതിലൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്. ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ കേസിൽ തന്നെയാണ്. ഡെബിറ്റ് കാർഡിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപ് നമുക്ക് ഡെബിറ്റ് കാർഡിൽ ഈ ഒരു ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുവാൻ നേരത്ത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല എന്നായിരുന്നു റെസ്പോണ്ട് കിട്ടിയിരുന്നത്. ഇപ്പോൾ നിലവിൽ എന്തായാലും അത് വ്യക്തമായിട്ട് തന്നെ അവരുടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ഒഴിവാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. 2023 ഒക്ടോബർ 1 മുതൽ ഫെഡറൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകളുടെ സർവീസ് ചാർജിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് നൽകുക. ലൈക്ക് കിട്ടുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതാണ്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഈ വരുന്ന ഒക്ടോബർ 1 2023 ഒക്ടോബർ 1 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പേജ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ മാറ്റങ്ങളാണ്. ഒക്ടോബർ 1 മുതൽ വരുന്ന മാറ്റങ്ങളാണ്. ഇതെന്ന് പറയുന്നത് പഴയ, അതായത് 2022 ഒക്ടോബർ 1 മുതൽ ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിലുള്ള സർവീസ് ചാർജാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ചേഞ്ച് വരുന്നത് സേവിങ്സ് അക്കൗണ്ടിലെ ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജാണ്. ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ എത്ര രൂപയാണോ മന്ത്ലി ആവറേജ് ബാലൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നത് അതിന് 15 ഇരട്ടി നമുക്ക് ഈ ഒരു ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് സൗജന്യമാണ്. സബ്ജക്റ്റ് ടു മിനിമം 2 ലക്ഷം രൂപ, മാക്സിമം നമുക്ക് ഒരു മാസം 15 ലക്ഷം രൂപ വരെ ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് സൗജന്യമാണ്. അത് കഴിഞ്ഞാൽ ഓരോ 1000 രൂപക്ക് 3 രൂപ 25 പൈസ, മിനിമം 50 രൂപ പെർ റെമിറ്റൻസ്, മാക്സിമം പെർ റെമിറ്റൻസിൽ 20,000 രൂപ വരെ ഈടാക്കും. എന്നാൽ ഈ ഒക്ടോബർ 1 മുതൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫ്രീ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണോ തൊട്ട് മുമ്പത്തെ മാസം നമ്മുടെ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തത് അതിൻ്റെ 10 ഇരട്ടി മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് കിട്ടൂ. മാക്സിമം അപ് ടു 15 ലക്ഷം രൂപ പെർ മന്ത്. അത് കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് സെയിം തന്നെയാണ്. ഓരോ 1000 രൂപക്ക് 3 രൂപ 25 പൈസ, അല്ലെങ്കിൽ മിനിമം പെർ റെമിറ്റൻസിന് 50 രൂപ, മാക്സിമം പെർ റെമിറ്റൻസിൽ 20,000 രൂപ ഈടാക്കും. വരുന്ന മാറ്റം ഇപ്പോൾ നിലവിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ 15 ഇരട്ടി നമുക്ക് ഫ്രീ ലിമിറ്റ് ഉണ്ട്. അത് ഒക്ടോബർ 1 മുതൽ അത് 10 ആയിട്ട് കുറയും. പിന്നെ നോർമലി എല്ലാ അക്കൗണ്ടിലും നമുക്ക് അപ് ടു 2 ലക്ഷം രൂപ വരെ പെർ മന്ത് റെമിറ്റൻസ് സൗജന്യമാണ്. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാർജ് ഈടാക്കും. ഓരോ 1000 രൂപക്കും 3 രൂപ 25 പൈസ. പിന്നെ നമ്മൾ ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് എത്ര രൂപയാണോ കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ എത്ര ഇരട്ടി, ആ രീതിയിലാണ് നമുക്ക് ഫ്രീ ലിമിറ്റ് കിട്ടുന്നത്. ഇനി നോൺ ഇൻഡിവിജ്വൽ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ മാസം എത്ര രൂപയാണോ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ 10 ഇരട്ടി, മാക്സിമം 2 കോടി രൂപ വരെ ഒരു മാസം ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് സൗജന്യമാണ്. അത് കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് സെയിം ആണ്. ഓരോ 1000 രൂപക്ക് 3 രൂപ 25 പൈസയാണ്. പിന്നെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ മാസം ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് സൗജന്യമാണ്. പിന്നെ കറണ്ട് അക്കൗണ്ട് സ്കീമിൻ്റെ ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജിലൊന്നും മാറ്റം വരുന്നില്ല. ഈ കാണുന്നത് തന്നെയാണ്, അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഒക്ടോബർ 1 മുതൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ മാറ്റം വരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജിലാണ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ആ ഒരു പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പുതിയ ഒക്ടോബർ 1 മുതൽ വരുന്ന പെനാൽറ്റി ചാർജാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ 20% കുറവ് വന്നു കഴിഞ്ഞാൽ പ്രൈഡ് ആൻഡ് NR അക്കൗണ്ട് ആണെങ്കിൽ 55 രൂപയാണ് ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത്. പിന്നെ ക്ലബ്ബ്, ഡിലേറ്റ് സ്കീംസ്, പിന്നെ ആവറേജ് മന്ത്ലി ബാലൻസ് 5000 രൂപക്ക് മുകളിൽ കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻറ്റുകളൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസണ് 20% വരെ കുറവ് ഷോർട്ട് ഫോൾ വന്നു കഴിഞ്ഞാൽ ഈടാക്കുന്നത് 55 രൂപയാണ് ഇപ്പോൾ നിലവിൽ. മറ്റുള്ളവരാണെങ്കിലും 55 രൂപയാണ്. ഇനി മറ്റെല്ലാ സ്കീമുകളിലും സീനിയർ സിറ്റിസൺ അതുപോലെ തന്നെ റൂറൽ ഏരിയ ആണെങ്കിൽ 45 രൂപയാണ്. അതർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ 55 രൂപയാണ് ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത്. എന്നാൽ ഒക്ടോബർ 1 മുതൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന മന്ത്ലി ആവറേജ് ബാലൻസിൽ അപ് ടു 20% വരെ കുറവ് വന്നു കഴിഞ്ഞാൽ പ്രൈഡ് ആൻഡ് NR അക്കൗണ്ട് ആണെങ്കിൽ 60 രൂപ, പിന്നെ ക്ലബ്ബ്, ഡിലേറ്റ് അക്കൗണ്ട് സ്കീം, പിന്നെ 5000 രൂപക്ക് മുകളിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് സ്കീമുകളൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 60 രൂപ, മറ്റുള്ളവരാണെങ്കിൽ 60 രൂപ ഈടാക്കും. പിന്നെ മറ്റു അക്കൗണ്ട് സ്കീമുകൾ ആൻഡ് റൂറൽ അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ 55 രൂപ ഈടാക്കും.
പിന്നെ മറ്റുള്ളവരിൽ നിന്നും 60 രൂപയുമാണ് പെനാൽറ്റി ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ അതിൽ വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ നമ്മുടെ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ എത്ര രൂപയുടെ കുറവാണോ വരുന്നത് അതനുസരിച്ചുള്ള ഈ ഒരു പെനാൽറ്റി ചാർജിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ കാണുന്നത് പഴയതാണ്, അതായത് ഈ സെപ്റ്റംബർ 30 വരെയുള്ള ഈടാക്കുന്ന പെനാൽറ്റി ചാർജാണ്. ഇതാണ് പുതിയ ചാർജ്. ഇത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും 20% മുകളിൽ 40% വരെ കുറവ് വന്നു കഴിഞ്ഞാൽ പ്രൈഡ് ആൻഡ് NR അക്കൗണ്ട് ആണെങ്കിൽ 105 രൂപ ഈടാക്കും. ക്ലബ് ഡിലൈറ്റ് അതുപോലെ തന്നെ 5000 രൂപയ്ക്ക് മുകളിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന മറ്റു അക്കൗണ്ട് സ്കീമുകളാണെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ കയ്യിൽ നിന്ന് 105 രൂപ ഈടാക്കും. മറ്റുള്ളവരിൽ നിന്നും 120 രൂപ ഈടാക്കും. പിന്നെ മറ്റെല്ലാ അക്കൗണ്ട് സ്കീമുകൾ ഇൻക്ലൂഡിംഗ് റൂറൽ അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ കയ്യിൽ നിന്നും 85 രൂപ ഈടാക്കും. മറ്റുള്ളവരിൽ നിന്നും 95 രൂപ ഈടാക്കും. ഇനി കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് എമൗണ്ടിൻ്റെ 40% മുകളിൽ 60% വരെ കുറവ് വന്നു കഴിഞ്ഞാൽ പ്രൈഡ് ആൻഡ് NR അക്കൗണ്ട് സ്കീമുകളാണെങ്കിൽ 155 രൂപ ഈടാക്കും. ഇനി ക്ലബ് ഡിലൈറ്റ് റെസിഡൻറ്റ് SP സ്കീംസ് വിത്ത് ആവറേജ് മന്ത്ലി ബാലൻസ് 5000 രൂപയ്ക്ക് മുകളിൽ ഉള്ള അക്കൗണ്ട് സ്കീമുകളാണെങ്കിൽ 155 രൂപ സീനിയർ സിറ്റിസൺ, മറ്റുള്ളവരാണെങ്കിൽ 150 രൂപ. പിന്നെ മറ്റ് അക്കൗണ്ട് സ്കീമുകൾ അതുപോലെ തന്നെ റൂറൽ അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസൻ്റെ കയ്യിൽ നിന്ന് 120 രൂപ ഈടാക്കും. മറ്റുള്ളവരിൽ നിന്ന് 130 രൂപ ഈടാക്കും. ഇനി നമ്മുടെ അക്കൗണ്ടിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും 60% മുകളിൽ 80% വരെ കുറവ് വന്നു കഴിഞ്ഞാൽ പ്രൈഡ് ആൻഡ് NR അക്കൗണ്ട് ആണെങ്കിൽ 200 രൂപ പെനാൽറ്റി ചാർജ് നൽകണം. ഈ അക്കൗണ്ട് സ്കീമുകളാണെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ കയ്യിൽ നിന്നും 200 രൂപ, മറ്റുള്ളവരിൽ നിന്നും 240 രൂപ ഈടാക്കും. പിന്നെ റൂറൽ അക്കൗണ്ട് അതുപോലെ തന്നെ മറ്റ് അക്കൗണ്ട് സ്കീമുകളാണെങ്കിൽ സീനിയർ സിറ്റിസൺ 155 രൂപ പെനാൽറ്റി ചാർജ് നൽകണം. മറ്റുള്ളവരാണെങ്കിൽ 150 രൂപ പെനാൽറ്റി ചാർജ് നൽകണം. ഇനി കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസിൻ്റെ 80% മുകളിൽ അപ് ടു 100% വരെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൈഡ് ആൻഡ് NR അക്കൗണ്ട് ആണെങ്കിൽ 290 രൂപ പ്ലസ് GST. ഇനി ക്ലബ് ഡിലൈറ്റ് അതുപോലെ തന്നെ മറ്റു 5000 രൂപയ്ക്ക് മുകളിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട സേവിങ്സ് അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ 290 രൂപ നൽകണം. മറ്റുള്ളവരാണെങ്കിലും 350 രൂപ നൽകണം. പിന്നെ മറ്റ് അക്കൗണ്ട് സ്കീമുകൾ ഇൻക്ലൂഡിംഗ് റൂറൽ അക്കൗണ്ട് ആണെങ്കിൽ സീനിയർ സിറ്റിസൺ 230 രൂപ നൽകണം. മറ്റുള്ളവരാണെങ്കിൽ 160 രൂപയും പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകേണ്ടി വരും. പിന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ ഈ ഒരു ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന ചാർജിലൊന്നും മാറ്റം വന്നിട്ടില്ല. ചാർജ് ഈ കാണുന്നതാണ്, നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് പരിശോധിക്കാം. പിന്നെ മിനിമം ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും മന്ത്ലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു 2023 ഒക്ടോബർ 1 മുതൽ വരുന്ന മാറ്റം ഡെബിറ്റ് കാർഡിൻ്റെ ചാർജിലാണ്. ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡെബിറ്റ് കാർഡിൻ്റെ പഴയ ചാർജ് എന്ന് പറയുന്നത്. പഴയ ചാർജ് ഈ കാണുന്നതാണ്. പിന്നെ പുതിയ ചാർജ് ഈ കാണുന്നതാണ്. മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വേരിയൻ്റ് ആണ് ഇപ്പോൾ വിസയുടെ ക്ലാസിക് ക്രൗൺ. അതിപ്പോൾ നിലവിലുള്ള ചാർജ് നോക്കിക്കഴിഞ്ഞാൽ വിസ ക്ലാസിക് ക്രൗണിൻ്റെ ചാർജ് വരുന്നത് 200 രൂപയാണ് ജോയിനിങ് ഫീസ്. അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജും 250 രൂപയാണ്. ഇതിപ്പോൾ മാസ്റ്റർ കാർഡ് വേരിയൻറ്റിലുള്ള ക്രൗൺ കാർഡിൻ്റെ ചാർജാണ്. വിസ വേരിയൻറ്റിലുള്ള ക്ലാസിക് ക്രൗൺ വേരിയൻ്റ് ആണെങ്കിലും സെയിം ആണ്. 200 രൂപയാണ് ജോയിനിങ് ഫീസ്. അതുപോലെ തന്നെ ആനുവൽ ഫീസ് 250 രൂപയാണ്. പുതിയ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് 300 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ജോയിനിങ് ഫീസും 300 രൂപ, ആനുവൽ ഫീസും 300 രൂപ. അപ്പോൾ പുതിയ മാറ്റം ഞാൻ പറയാം. ഇപ്പോൾ ഫെഡ് കാർഡ് അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല, ആഡ് ഓൺ കാർഡിന് ചാർജ് ഇല്ല, അതുകൊണ്ട് തന്നെ വെയ്വർ ഓപ്ഷനും ഇല്ല. പിന്നെ വിസ ഫെഡ് ഫസ്റ്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് 200 രൂപ പ്ലസ് GST ആണ്. ആഡ് ഓൺ കാർഡ് അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഇല്ല. പിന്നെ ഒരു ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ആനുവലി 25,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. പിന്നെ വിസ ഗോൾഡ്, വിസ ഫാസ്റ്റ്, ബിസ് സിൽവർ കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് 300 രൂപയാണ്. റീപ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ ആഡ് ഓൺ കാർഡ് ചാർജ് വരുന്നത് 300 രൂപയാണ്. വിസ EMV ഗോൾഡ് കാർഡിൻ്റെ ആനുവൽ ചാർജും റീപ്ലേസ്മെൻറ്റ് ചാർജും വരുന്നത് 300 രൂപയാണ്. പിന്നെ റുപ്പേ ക്ലാസിക് വേരിയൻ്റ് ആണെങ്കിൽ ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് 300 രൂപ പ്ലസ് GST ആണ് വരുന്നത്. റീപ്ലേസ്മെൻറ്റ് ചാർജും അത് തന്നെയാണ്. പിന്നെ മാസ്റ്റർ കാർഡ് ക്ലാസിക് വേരിയൻ്റ് ആണെങ്കിലും ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഫീസ് 300 രൂപ പ്ലസ് GST ആണ്. പിന്നെ വിസ പ്ലാറ്റിനം കാർഡ് ആണെങ്കിൽ സിഗ്നറ്റ് NR 300 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും. പിന്നെ മാസ്റ്റർ കാർഡിനായിട്ട് ഒരിക്കലുള്ള ക്രൗൺ കാർഡ് ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും റീപ്ലേസ്മെൻറ്റ് ചാർജും 300 രൂപയാണ്. പിന്നെ വിസ ക്ലാസിക് ക്രൗൺ കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ 300 രൂപയാണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും റീപ്ലേസ്മെൻറ്റ് ചാർജും. പിന്നെ വിസ ഫാസ്റ്റ് ബിസ് പ്ലാറ്റിനം കാർഡ് ആണെങ്കിൽ ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് 500 രൂപ പ്ലസ് GST ആണ്. റീപ്ലേസ്മെൻറ്റ് ചാർജും 500 രൂപ പ്ലസ് GST ആണ്. പിന്നെ റുപ്പേ പ്ലാറ്റിനം കാർഡ് ആണെങ്കിൽ 500 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും.
പിന്നെ NRE EVE പ്ലസ് കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ 500 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും. പിന്നെ വിസ സിഗ്നേച്ചർ ഇമ്പീരിയോ കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ 750 രൂപ പ്ലസ് GST ആണ് ആനുവൽ ഫീസും റീപ്ലേസ്മെൻറ്റ് ചാർജും. പിന്നെ വിസ ഇമ്പീരിയോ ബിസിനസ് കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ ആനുവൽ ചാർജും അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജും വരുന്നത് 750 രൂപയാണ്. പിന്നെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ഇമ്പീരിയോ NR കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ 750 രൂപയാണ് ആനുവൽ ഫീസും അതുപോലെ തന്നെ ആഡ് ഓൺ കാർഡ് ഇല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചാർജും. പിന്നെ മാസ്റ്റർ കാർഡ് ഇമ്പീരിയോ വേരിയൻ്റ് ആണെങ്കിലും ആനുവൽ ചാർജും അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജും 750 രൂപ പ്ലസ് GST ആണ്. പിന്നെ വിസ സെലസ്റ്റ ബിസിനസ് വേരിയൻ്റ് ആണെങ്കിലും 1000 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജും അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജും. പിന്നെ സെലസ്റ്റ വിസ ഇൻഫിനിറ്റ് വേരിയൻ്റ് ആണെങ്കിൽ 1000 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ചാർജും അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജും വരുന്നത്. പിന്നെ മാസ്റ്റർ കാർഡ് സെലസ്റ്റ കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ വർഷാവർഷം നൽകേണ്ടി വരുന്ന ആനുവൽ ചാർജ് 1000 രൂപ പ്ലസ് GST ആണ്. പിന്നെ മാസ്റ്റർ കാർഡ് സെലസ്റ്റ NR വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിലും 1000 രൂപ പ്ലസ് GST ആണ്. പിന്നെ മാസ്റ്റർ കാർഡ് സെലസ്റ്റ എക്സിക്യൂട്ടീവ് വേരിയൻ്റ് ആണെങ്കിലും 1000 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ചാർജും അതുപോലെ തന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചാർജും. അപ്പോൾ ഇതാണ് ചാർജിൽ വരുന്ന വ്യത്യാസം. ആനുവൽ ചാർജിലെല്ലാം നല്ല വർധനവും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബോക്സ് പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിസ ഗോൾഡ്, വിസ ഫാസ്റ്റ് ബിസ്, സിൽവർ കാർഡ് വേരിയൻ്റ്, പിന്നെ വിസ EMV ഗോൾഡ്, പിന്നെ നമ്മുടെ റുപ്പേ ക്ലാസിക് കാർഡ് വേരിയൻറ്റ്, പിന്നെ മാസ്റ്റർ കാർഡ് ക്ലാസിക് വേരിയൻറ്റ്, വിസ പ്ലാറ്റിനം, പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ക്രൗൺ വേരിയൻറ്റ് വിസ ആണെങ്കിലും മാസ്റ്റർ ആണെങ്കിലും, പിന്നെ വിസ ഫാസ്റ്റ്, ബിസ് പ്ലാറ്റിനം, റുപ്പേ പ്ലാറ്റിനം, NRE EVE പ്ലസ് കാർഡ് വേരിയൻറ്റ് എന്നീ കാർഡ് വേരിയൻറ്റുകളാണെങ്കിൽ നമ്മൾ ഒരു വർഷം 75,000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. പക്ഷേ കണ്ടീഷൻ വരുന്നത് നമ്മൾ ATM വഴി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യുകയില്ല. നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ POS ട്രാൻസാക്ഷനുമാണ് ഈ ഒരു വേവറിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വിസ സിഗ്നേച്ചർ ഇമ്പീരിയോ കാർഡ് വേരിയൻറ്റും അതുപോലെ തന്നെ വിസ ഇമ്പീരിയോ ബിസിനസ് കാർഡ് വേരിയൻറ്റും, മാസ്റ്റർ കാർഡ് ഇമ്പീരിയോ NR വേരിയൻറ്റും, മാസ്റ്റർ കാർഡ് ഇമ്പീരിയോ വേരിയൻറ്റുമാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടാനായിട്ട് നമ്മൾ ലാസ്റ്റ് 12 മന്തിൽ 1.5 ലക്ഷം രൂപ POS ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. അപ്പോൾ നമുക്ക് 750 രൂപ എന്നുള്ള ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും. പിന്നെ സെലസ്റ്റ വിസ ഇൻഫിനിറ്റ് വേരിയൻറ്റ്, മാസ്റ്റർ കാർഡ് സെലസ്റ്റ, മാസ്റ്റർ കാർഡ് സെലസ്റ്റ NR, മാസ്റ്റർ കാർഡ് സെലസ്റ്റ എക്സിക്യൂട്ടീവ് വേരിയൻറ്റുകളാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് 12 മന്തിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ എന്ന് പറഞ്ഞ ആനുവൽ ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ റൂറൽ അക്കൗണ്ട് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ ബേസ് കാർഡ് വേരിയൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോർമലി ഈടാക്കുന്ന ചാർജിൽ നിന്നും 10% കുറവായിരിക്കും ഈടാക്കുക. പിന്നെ നമ്മളുടെ കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ കാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ഈടാക്കുകയില്ല. പിന്നെ ജോയിനിങ് ഫീസ് കാർഡ് ഇഷ്യൂ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്യും. പിന്നെ നമ്മുടെ അക്കൗണ്ട് 50,000 രൂപയ്ക്ക് മുകളിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ഗേബി ചെയ്യേണ്ട അക്കൗണ്ട് സ്കീം ആണെങ്കിൽ ജോയിനിങ് ഫീസ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ഫെഡ് ക്ലാസിക് പ്രീമിയം, അതുപോലെ തന്നെ BSBയുടെ അക്കൗണ്ട് ആണെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഈടാക്കുകയില്ല ഡെബിറ്റ് കാർഡിന്. സോ ഡെബിറ്റ് കാർഡിൻ്റെ സർവീസ് ചാർജിൽ ഈ വരുന്ന ഒക്ടോബർ 1 മുതൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ സർവീസ് ചാർജിൽ പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ് വരുന്നത്. ഒന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ്, മറ്റൊന്ന് നമ്മുടെ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ്, പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും. ഈ 3 കാറ്റഗറിയിലാണ് മാറ്റം വരുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ സർവീസ് ചാർജിൽ ഈ വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി